എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശരത്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ മാത്സ് ആണ്. 10ാം ക്ലാസ്സിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ സമാന്തര ശ്രേണികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഓരോ പാർട്ടാക്കി തിരിച്ച് പാഠപുസ്തകങ്ങളിലെ എല്ലാ ഭാഗവും വിശകലനം ചെയ്ത് നമ്മൾ ആദ്യം പഠിക്കുന്നു. അതിനുശേഷം മോഡൽ ക്വസ്റ്റ്യനുകളും പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ ഇന്ന് ചെയ്യുകയാണ്. സോ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുകയും ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. സമാന്തര ശ്രേണികൾ അഥവാ അരിത്മെറ്റിക് സീക്വൻസസ് അത് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് സംഖ്യാശ്രേണികൾ അഥവാ നമ്പർ സീക്വൻസസ് എന്താണെന്ന് നോക്കണം. എന്താണ് സംഖ്യാശ്രേണികൾ? പല തരത്തിലുള്ള സംഖ്യാശ്രേണികളുണ്ട്. ആദ്യം നമുക്ക് അതെന്താണെന്ന് കണ്ടുപിടിച്ച് നോക്കാം. സംഖ്യാശ്രേണികളെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഇങ്ങനെ: ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത് അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുക? സംഖ്യാശ്രേണികൾ അഥവാ നമ്പർ സീക്വൻസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ നോക്കുക. ഞാനിവിടെ ഒരു ശ്രേണി എഴുതുകയാണ്. 1, 2, 3. അടുത്തത് ഏതാന്ന് നിങ്ങൾക്ക് പറയാൻ ഇപ്പം പറ്റുന്നുണ്ടാവും അല്ലേ? ഏതായിരിക്കും? 4. അടുത്തത് ഏതായിരിക്കും? 5, പിന്നെ 6 അല്ലേ? സോ ഇതിങ്ങനെ നമുക്ക് 6 കഴിഞ്ഞ് 7, 8, 9 ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ട്. സോ ഒന്നാമത്തെ സംഖ്യ കിട്ടുമ്പോൾ രണ്ടാമത്തേലേക്ക് പോവാം. ഒന്നാമത്തെ രണ്ടാമത്തെ കണക്ഷൻ വെച്ച് നമ്മൾ മൂന്നാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത് ഇങ്ങനെ എഴുതാൻ പറ്റുന്ന എല്ലാ കൂട്ടങ്ങളെയും നമുക്ക് സംഖ്യാശ്രേണികൾ എന്ന് പറയാം. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ഞാനിവിടെ എഴുതുന്ന സംഖ്യ നോക്കാം. 2, 4. സോ 2ഉം 4ഉം വെച്ചിട്ട് നോക്കൂ, നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നാലും നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. 2, 4, അത് കഴിഞ്ഞിട്ട് 6, അത് കഴിഞ്ഞ് 8 ഇങ്ങനെ ഒരു ശ്രേണി വരാം. അല്ലെങ്കിൽ 2, 4, അടുത്തത് 8, 16 ഇങ്ങനെ ഒരു ശ്രേണി വരാം അല്ലേ? ഇത് രണ്ടും സംഖ്യാശ്രേണികളാണ്. 2, 4, 6, 8 എന്താണ്? ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ അടുത്തത് 10, 12 അങ്ങനെ പോകും. ഇവിടെ 2, 4, 8, 16 എന്താണ്? 2ൻ്റെ ഗുണിതങ്ങൾ ഇരട്ടിയായി പോവാണ്. 2ൻ്റെ ഇരട്ടി 4 അല്ലേ? 4ൻ്റെ ഇരട്ടി 8, 8ൻ്റെ ഇരട്ടി 16. അടുത്തത് ഏതായിരിക്കും? 32. ഇങ്ങനെ നമുക്ക് എഴുതാൻ കഴിയുന്ന സെറ്റുകളെയാണ് സംഖ്യാശ്രേണികൾ എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കുറച്ച് സംഖ്യാശ്രേണികൾ ഒന്ന് കണ്ടു നോക്കാം. നോക്കിക്കേ, ആദ്യത്തെ സംഖ്യാശ്രേണി 1, 2, 3, 4, 5. അടുത്തത് പറയാം, നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 1 മുതൽ തുടങ്ങുന്ന സംഖ്യകളാണ് അല്ലേ? അപ്പോൾ അടുത്തത് ഏതാ? 6, 7, 8, 9, 10 അങ്ങനെ പോകും. അടുത്തത് 2, 4, 6, 8, 10. എന്താണ് ആ ശ്രേണിയുടെ പ്രത്യേകത? ഇരട്ട സംഖ്യകളാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള. അപ്പോൾ അടുത്തത് ഏതാണ്? 12, 14, 16 എക്സെട്ര എക്സെട്ര എക്സെട്ര. അടുത്തത് നമുക്ക് നോക്കാം. 1, 3, 5, 7, 9. ആലോചിച്ചാൽ വേഗം കിട്ടുന്ന ഒരു ശ്രേണി തന്നെയാണ് അല്ലേ? എന്താണ്? ഒറ്റ സംഖ്യകൾ, ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ 1, 3, 5, 7, 9. നെക്സ്റ്റ് നമ്പർ എത്രയാണ്? 11, 13, 15, 17 എക്സെട്ര. ഇതുപോലെ നിങ്ങൾ അടുത്ത ശ്രേണികളൊന്ന് ഫില്ല് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുക. വീഡിയോ പോസ് ചെയ്തൊന്ന് ശ്രമിച്ചു നോക്കുക. കിട്ടുന്നുണ്ട് അല്ലേ? നമുക്ക് നോക്കാം. അടുത്തത് എന്താണ്? 2, 4, 8. 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 8, 8ൻ്റെ ഇരട്ടി 16, 16ൻ്റെ ഇരട്ടി 32, 32ൻ്റെ ഇരട്ടി 64, 64ൻ്റെ ഇരട്ടി 128, 128 അങ്ങനെ പോകും. അടുത്ത ശ്രേണി നോക്കിക്കേ. 5, 10, 15, 20, 25. 5 കൂടിക്കൂടി വരുന്ന ഒരു ശ്രേണിയാണ്. അപ്പോൾ അടുത്തത് 30, 35, 40 എക്സെട്ര. അടുത്ത ശ്രേണി നോക്കിക്കേ.
നമ്മൾ ഇത്രയും നേരം കണ്ട അത്ര എളുപ്പമല്ല, എന്നാൽ എളുപ്പമുള്ള ഒരു ശ്രേണിയാണ്. നമുക്ക് നോക്കാം. 1, 4, 9, 16, 25. എന്താണെന്ന് മനസ്സിലായോ? 1 സ്ക്വയർ ആണ് 1, 2 സ്ക്വയർ ആണ് 4, 3 സ്ക്വയർ ആണ് 9, 4 സ്ക്വയർ ആണ് 16, 5 സ്ക്വയർ ആണ് 25. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 6 സ്ക്വയർ, 7 സ്ക്വയർ, അങ്ങനെ പോകും. അതായത് 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49, 8ൻ്റെ സ്ക്വയർ 64, 9ൻ്റെ സ്ക്വയർ 81, അങ്ങനെ പോകും. അടുത്തതോ? അടുത്ത ശ്രേണി 1, 8, 27, 64. എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ 1 ക്യൂബ് 1 ആണ്, 2 ക്യൂബ് 8 ആണ്, 3 ക്യൂബ് 27 ആണ്, 4 ക്യൂബ് 64 ആണ്. ക്യൂബാണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ 3 തവണ നമ്മൾ ഗുണിക്കുന്നത്, 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. സോ അടുത്തത് എന്തായിരിക്കണം? 5 ക്യൂബ്. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആണ്, 6 ക്യൂബ് 216 ആണ്, 7 ക്യൂബ് 343 ആണ്, ഇങ്ങനെ പോകും. സോ ഇങ്ങനെ ഒന്നിൽ നിന്ന് രണ്ടാമത്തത്, അടുത്തത് മൂന്നാമത്തത്, അങ്ങനെ എഴുതാൻ പറ്റുന്ന ശ്രേണികളാണ് സംഖ്യാശ്രേണികൾ. നമുക്ക് കുറച്ച് ശ്രേണികളും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 2, 3, 5, 7, 11 അങ്ങനെ ഒരു ശ്രേണിയാണ്. ഈ ശ്രേണിക്ക് നമ്മൾ പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. മലയാളത്തിൽ അഭാജ്യ സംഖ്യകൾ. പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ. എന്താണ് അഭാജ്യ സംഖ്യ? ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രം നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ. ഇപ്പോൾ ഇവിടെ 2 എടുത്ത് നോക്കിയേ. നമുക്ക് 2നെ 1 കൊണ്ടും 2 കൊണ്ടും മാത്രമേ പൂർണ്ണമായും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുന്നുള്ളൂ. അടുത്തത് 3 എടുത്ത് നോക്കിക്കേ. 1 കൊണ്ടും 3 കൊണ്ടും മാത്രമേ നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റുന്നുള്ളൂ, അല്ലേ? അങ്ങനെയുള്ള സംഖ്യകളെയാണ് പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. 2, 3, 5, 7, 11. അത് കഴിഞ്ഞ് വരുന്ന പ്രൈം നമ്പർ 13 ആണ്. പിന്നെ വരുന്നത് 17 ആണ്, 19 ആണ്, 23, അങ്ങനെ പോകും. ഇനി അടുത്ത ശ്രേണികൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് മനസ്സിലേക്ക് വരാത്തൊരു ശ്രേണിയാണ് അടുത്തത്, അല്ലേ? ഒന്നുമില്ല, ഇത്രേ പരിപാടിയുള്ളൂ. നമ്മൾ അഭാജ്യ സംഖ്യ എന്താണെന്ന് പറഞ്ഞു. എന്തായിരുന്നു അഭാജ്യ സംഖ്യ? 1 കൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ. ഉദാഹരണമായിട്ട് നമ്മൾ എഴുതിയതാണ് 2, 3, 5. ഈ സംഖ്യകളെയൊക്കെ 1 കൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രമേ നമുക്ക് ഹരിക്കാൻ കഴിയുന്നുള്ളൂ. അതായത് കൃത്യമായിട്ട് 2 സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റും. അതൊന്നും ആ സംഖ്യയായിരിക്കും. 2ൽ കൂടുതൽ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ ഭാജ്യ സംഖ്യകൾ, കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഭാജ്യ സംഖ്യ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ എന്ന് വെച്ചാൽ 2ലധികം സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സീക്വൻസ് ആണ് ഇവിടെ. അപ്പം കോമ്പോസിറ്റ് നമ്പർ ഭാജ്യ സംഖ്യകൾ ഇതാണ്. 4 കഴിഞ്ഞാൽ 6, 6 കഴിഞ്ഞാൽ 8, പിന്നെ 9, 10, 12, 14, 15. അടുത്തത് വരുന്നത് 16 ആണ്. പിന്നെ 17 വരില്ല, അഭാജ്യ സംഖ്യയാണ്. അടുത്തത് വരുന്നത് 18 ആണ്. 18 കഴിഞ്ഞാൽ വരുന്നത് 19 വരില്ല, അഭാജ്യ സംഖ്യയാണ്. 20 ആണ്. അപ്പോൾ ഇതൊരു കോമ്പോസിറ്റ് നമ്പേഴ്സിൻ്റെ സീക്വൻസസ് ആണ്. ഇനി അടുത്തത് നോക്കിയേ, വളരെ എളുപ്പമാണ്, അല്ലേ? 10 കഴിഞ്ഞാൽ 20, 20 കഴിഞ്ഞാൽ 30, 30 കഴിഞ്ഞാൽ 40, 40 കഴിഞ്ഞാൽ 50, പറഞ്ഞേ 50 കഴിഞ്ഞാൽ 60, 60 കഴിഞ്ഞാൽ 70, 70 കഴിഞ്ഞാൽ 80, 90, 100, അങ്ങനെ പോകും. അടുത്ത ശ്രേണി, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ശ്രേണിയാണ്. ഇതിനെയാണ് നമ്മൾ ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത്. അതായത് നോക്കിക്കേ, ഈ 0യും 1ഉം കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ 1 കിട്ടുന്നത്. അടുത്തത് 1ഉം 1ഉം കൂട്ടുമ്പോഴാണ് അടുത്ത നമ്പർ 2 കിട്ടുന്നത്. 1ഉം 2ഉം കൂട്ടുമ്പോൾ നമുക്ക് അടുത്ത നമ്പർ 3 കിട്ടും. 2ഉം 3ഉം കൂട്ടുമ്പോൾ അടുത്ത 5 കിട്ടും.
3യും 5ഉം കൂട്ടുമ്പോൾ അടുത്ത 8 കിട്ടും. 5ഉം 8ഉം കൂട്ടുമ്പോൾ 13 കിട്ടും. 8ഉം 13ഉം 21 കിട്ടും. അപ്പോൾ അടുത്തത് ഏതാ? 13 + 21, അതായത് 34 എന്ന് കിട്ടും. ഇങ്ങനെ അടുത്ത സംഖ്യകൾ കൂട്ടുമ്പോൾ തൊട്ടടുത്ത സംഖ്യ എഴുതുന്ന സീരീസാണ് ഫിബൊനാച്ചി സീരീസ് എന്ന് പറയുന്നത്. അടുത്ത ശ്രേണി 1, 11, 21, 31. അതായത് 1ൽ അവസാനിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള സീക്വൻസ് ആണ് അല്ലേ? 1, 11, 21, 31. അടുത്തത് പറഞ്ഞേ 41, 51, 61 എക്സെട്ര. അടുത്തതും ഒരു ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് ആണ്. അതായത് നമ്മൾ പൈയുടെ വാല്യൂ പഠിക്കാറുണ്ട്. പൈയുടെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് എഴുതുക? 22/7 അല്ലെങ്കിൽ 3.14. ആക്ച്വലി പൈ ഒരു ഇറാഷണൽ നമ്പറാണ് എന്ന് പറഞ്ഞാൽ അഭിന്നകം എന്ന് പറയും. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റിന് ശേഷം റിപ്പീറ്റ് ചെയ്യാത്ത നമ്പറുകളും അവസാനിക്കാത്ത നമ്പറുകളും വരുന്നതാണ് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഇറാഷണൽ നമ്പർ അഭിന്നകങ്ങൾ എന്ന് പറഞ്ഞാൽ ദശാംശ രൂപത്തിൽ ഡെസിമൽ നമ്പേഴ്സിൽ എഴുതുമ്പോൾ ആവർത്തിക്കാത്തതും അവസാനിക്കാത്തതുമായ സീക്വൻസ്. അങ്ങനെ ഒരു സീക്വൻസ് ആണ് പൈയുടെ വാല്യൂ. 3.14 അല്ല, അതിനുശേഷം വരുന്നുണ്ട് വാല്യൂസ്. ആ വാല്യൂസ് ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. 314 ശേഷം 15926, അതായത് പൈയുടെ വാല്യൂ വെച്ചിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. സോ ഒരു തവണയെങ്കിലും ഇത്രയും സീക്വൻസുകൾ നമ്മൾ പരിചയപ്പെട്ടിരിക്കണം. നമുക്ക് ഇത്രയും ഭാഗം കൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്പർ സീക്വൻസ്, സംഖ്യാശ്രേണി എന്താണെന്നൊന്ന് പറഞ്ഞ്. നമ്മൾ ഒന്നാമത്തത് വെച്ച് രണ്ടാമത്തത്, അത് വെച്ച് മൂന്നാമത്തത്, അത് വെച്ച് നാലാമത്തത്, അങ്ങനെ നമുക്ക് നെക്സ്റ്റ് നമ്പർ പറയാൻ പറ്റുന്ന നമ്പേഴ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ സംഖ്യാശ്രേണികൾ അല്ലെങ്കിൽ നമ്പർ സീക്വൻസസ് എന്ന് പറയുന്നത്. അടുത്തത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു സീക്വൻസ് നമുക്ക് ചെയ്ത് നോക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ ചിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ടാവും 4 സമചതുരങ്ങൾ, സ്ക്വയറുകളാണുള്ളത് അല്ലേ? അപ്പോൾ ഈ സ്ക്വയറിൻ്റെ വശത്തിൻ്റെ സൈഡിൻ്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. ഇതുപയോഗിച്ച് നമുക്ക് ഏതൊക്കെ രീതിയിൽ സീക്വൻസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു സ്ക്വയറിൻ്റെ സൈഡ് എ എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 4 സൈഡിൻ്റെ ലെങ്ത്ത് നമ്മൾ കൂട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു സൈഡ് എ ആയതുകൊണ്ട് 4 സൈഡിൻ്റെത് 4a എന്നെടുക്കാം. അടുത്തത് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഷെയ്ഡ് ചെയ്ത് വെച്ച് സ്ക്വയറിൻ്റെ ഈ ഉള്ളിലുള്ള പ്രതലത്തിൻ്റെ ആ സർഫേസിൻ്റെ അളവാണ്, അതാണ് ഏരിയ കാണുന്നത് സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ സൈഡ് എ ആകുമ്പോൾ ഏരിയ എന്താണ്? a² ആണ്. അടുത്തത് എന്താണ്? വികർണം, അതായത് ഡയഗണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് വരയ്ക്കുന്ന അളവാണ് എന്ത്? വികർണം എന്ന് പറയുന്നത്. സോ ഒരു സമചതുരത്തിന്റെ വികർണം എന്ന് പറയുന്നത് a√2 ആണ്. സോ പെരിമീറ്റർ 4a ആണ്, ഏരിയ a² ആണ്, ഡയഗണൽ a√2 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചിത്രത്തിലുള്ള സ്ക്വയേഴ്സിൻ്റെ അളവുകൾ എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ഉണ്ട്, 2 സെൻറ്റിമീറ്റർ ഉണ്ട്, 3 സെൻറ്റിമീറ്റർ ഉണ്ട്, 4 സെൻറ്റിമീറ്റർ ഉണ്ട് അല്ലേ? 4 സെൻറ്റിമീറ്റർ ഉണ്ട്. സോ സൈഡ് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ 4a എന്ന് പറയുമ്പോൾ എന്താണ്? 4 × 1, അതായത് 4 തന്നെയാണ്. സൈഡ് 2 സെൻറ്റിമീറ്റർ ആണെങ്കിലോ പെരിമീറ്റർ 4 × 2 8 ആണ്. ഇനി സൈഡ് 3 ആണെങ്കിൽ 4 × 3 12 ആണ്. സൈഡ് 4 ആണെങ്കിൽ പെരിമീറ്റർ 4 × 4 എത്രയാണ്? 16 ആണ്. സോ നമുക്ക് പെരിമീറ്റർ യൂസ് ചെയ്തിട്ട് ഒരു സീക്വൻസ് കിട്ടുന്നുണ്ട്. ആ സീക്വൻസ് ഇതാണ്: 4, 8, 12 ആൻഡ് 16 എന്ന് കിട്ടും അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തത് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ വെച്ചിട്ട് കിട്ടുന്ന സീക്വൻസ് എങ്ങനെയാണെന്ന് നോക്കാം.
സോ സൈഡ് എ ആണെങ്കിൽ ഏരിയ എ സ്ക്വയർ ആണ് എങ്കിൽ സൈഡ് 1 ആകുമ്പോൾ ഏരിയ 1 സ്ക്വയർ അതായത് 1 ആണ്. സൈഡ് 2 ആകുമ്പോൾ 2 സ്ക്വയർ ഏരിയ 4 ആണ്. സൈഡ് 3 ആകുമ്പോൾ 3 സ്ക്വയർ ഏരിയ 9 ആണ്. സൈഡ് 4 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 4 സ്ക്വയർ ഏരിയ 16 ആണ്. അപ്പോൾ നമുക്ക് ഏരിയ ഉപയോഗിച്ചിട്ടുള്ള സീക്വൻസ് ഒന്ന് എഴുതി നോക്കാം. ഏരിയ ഉപയോഗിച്ചിട്ടുള്ള സീക്വൻസ് എങ്ങനെയാണ്? 1, 4, 9, 16 എന്നിങ്ങനെ പോകുന്നു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അല്ലേ? എന്താണ്? ഡയഗണൽ അല്ലെങ്കിൽ വികർണം. വികർണം കാണുന്നത് എങ്ങനെയാണ്? A√2. എ എന്താണ്? സൈഡാണ് അല്ലേ? അപ്പോൾ സൈഡ് 1 സെൻറ്റിമീറ്റർ ആകുമ്പോൾ വികർണം ഡയഗണൽ ഇസ് ഈക്വൽ ടു 1√2, അതായത് എന്ത് തന്നെയാണ്? √2. സൈഡ് 2 ആകുമ്പോൾ ഡയഗണൽ എത്രയായിരിക്കും? പറഞ്ഞു നോക്കിക്കേ. 2√2. A√2 എന്നുള്ളതിൽ A2 ആണ്, അപ്പം 2√2. സൈഡ് 3 ആകുമ്പോൾ ഡയഗണൽ നമുക്ക് എഴുതി നോക്കാം 3√2. സൈഡ് 4 ആകുമ്പോൾ ഡയഗണൽ നമുക്ക് എഴുതാം 4√2. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. സോ ഡയഗണൽസ് വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു സീക്വൻസ് കിട്ടുന്നു. √2, 2√2, 3√2, 4√2 എന്നിങ്ങനെ കിട്ടും. ഇവിടെ സ്ക്വയർ തന്നെയാണ്, അതിൻ്റെ സൈഡ്സിൽ അളവിൽ വ്യത്യാസമുണ്ട് അല്ലേ? എത്രയൊക്കെയാണ് തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. 1 സെൻറ്റിമീറ്റർ, 1.5 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 2.5 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പെരിമീറ്റർ, ഏരിയ, ഡയഗണൽ എന്നിവ കാണണം. സോ ഇവിടെ ഈ 1.5 സെൻറ്റിമീറ്റർ എന്നുള്ളതിന് ഞാൻ 1 × 2, ഈ 1 × 2 + 1 അതായത് 3/2 എന്ന് എഴുതുന്നു. മിക്സർ ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റിയതാണ്. അതേപോലെ ഇവിടെ 2.5 എന്ന് പറഞ്ഞാൽ 2 × 2 4 + 1 നമുക്ക് എന്ത് എഴുതാം? 5/2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ സൈഡ് 1 ആകുമ്പോൾ നേരത്തെ നമ്മൾ എഴുതിയതാണ് 4 × 1 4 ആണ്. സൈഡ് ഇപ്പോൾ എത്രയാണ്? അടുത്ത സ്ക്വയറിൻ്റെത് 3/2 ആണ്. അപ്പോൾ 4 × 3/2 വിച്ച് ഈസ് ഈക്വൽ ടു 4 × 3 12 ആണ്. 12/2 എന്താണ്? 6 ആണ്. അടുത്തത് 2 ആകുമ്പോൾ 4 × 2 എത്രയാണ്? 8 ആണ്. 5/2 ആകുമ്പോൾ 4 × 5/2, 4 × 5 20, 20/2 എന്താണ്? 10. നമുക്ക് നമ്മുടെ സീക്വൻസ് കിട്ടി. എന്താണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്? 4, 6, 8 ആൻഡ് 10 അങ്ങനെ പോകുന്നു. അടുത്തത് ഏരിയ അല്ലേ? ഏരിയ എന്ന് പറയുമ്പോൾ സൈഡ് 1 ആകുമ്പോൾ A സ്ക്വയർ 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. അടുത്തത് സൈഡ് 3/2 ആകുമ്പോൾ 3/2 ഹോൾ സ്ക്വയർ ആണ്. 3/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയർ 9, 2ൻ്റെ സ്ക്വയർ 4, 9/4. അതിനെ മിക്സർ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 9/4, 9ൽ 4 എത്ര തവണ കംപ്ലീറ്റ്ലി പോകുന്നുണ്ട്? 2 ടൈംസ് അല്ലേ? അപ്പോൾ നമുക്ക് 2 എഴുതാം. 2 × 4 8 ആണ്, റിമൈൻഡർ 1. അപ്പോൾ നമുക്കിവിടെ 1/4 എന്ന് എഴുതാം. 2 1/4. ഇവിടെ സൈഡ് 2 ആകുമ്പോൾ 2 സ്ക്വയർ നമുക്ക് എന്ത് എഴുതാം? 4. എഗെയിൻ 5/2 ആകുമ്പോൾ ഏരിയ 5/2 സ്ക്വയർ ആണ്. 5 സ്ക്വയർ 25 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ 4. 25/4 എന്ന് പറയുമ്പോൾ നമുക്ക് 25ൽ 4 6 തവണ പോകുന്നുണ്ട്. 6 × 4 24 ആണ്, റിമൈൻഡർ 1 ആണ്. 1/4 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് നമ്മുടെ സീക്വൻസ് കിട്ടി. എത്രയാണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്? 1. അടുത്തത് എത്രയാണ്? 2 1/4. അടുത്തത് 4 ആണ്. അടുത്തത് എന്താണ്? 6 1/4 ആണ്. അടുത്തത് ഡയഗണലാണ്. ഡയഗണൽ എന്ന് പറയുമ്പോൾ സൈഡ് 1 ആകുമ്പോൾ A√2 1√2 ദാറ്റ് മീൻസ് √2 ആണ് അല്ലേ? അടുത്തത് നമുക്ക് A√2 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? 3/2 √2. എന്താണ്? 3/2 √2 ആണ്. അടുത്തത് നമുക്ക് സൈഡ് 2 ആകുമ്പോൾ 2 √2 ആണ്. 5/2 ആകുമ്പോൾ 5/2 √2 ആണ്. അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്താണ്? √2, 3/2 √2, അടുത്തത് 2 √2,
5/2 റൂട്ട് 5/2 റൂട്ട് ഇങ്ങനെയൊരു സീക്വൻസും നമുക്ക് കിട്ടുന്നു. അപ്പോൾ സ്ക്വയർ ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ സീക്വൻസുകളാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിലെ തന്നെ അടുത്തൊരു പ്രോബ്ലമാണിത്. ഇവിടെ നോക്കിക്കേ, ഒരു സ്ക്വയർ ഉണ്ട് അല്ലേ? ആ സ്ക്വയറിൻ്റെ സെൻറ്റർ പോയിൻ്റ്, ഓരോ സൈഡിലെയും സെൻറ്റർ പോയിൻ്റ് കണക്ട് ചെയ്ത് മറ്റൊരു സ്ക്വയർ അല്ലേ? അപ്പോൾ ആ ഉള്ളിലുള്ള സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെയായിരിക്കും? ഫസ്റ്റത്തെ സ്ക്വയർ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ, അതായത് 1 സ്ക്വയർ എത്രയാണ്? 1 ആണ്. ഇതാണ് നമ്മുടെ വലിയ സ്ക്വയറിൻ്റെ ഏരിയ. രണ്ടാമത്തെ സ്ക്വയറിൻ്റെ ഏരിയ ശ്രദ്ധിക്കുക, നമ്മുടെ രണ്ടാമത്തെ ഉള്ളിലുള്ള സ്ക്വയറിൻ്റെ ഡയഗണലാണ് ഞാൻ വരച്ചത്. ഈ ഡയഗണൽ എത്രയാണ്? 1 ആണ്. ഡയഗണൽ എത്രയാണ്? 1. വലിയ സ്ക്വയറിൻ്റെ സൈഡാണ് ഇതിൻ്റെ ഡയഗണലായിട്ട് വരുന്നത്. സോ നമുക്കറിയാം, ഡയഗണൽ തന്നാൽ ഏരിയ കാണുന്ന സ്ക്വയറിൻ്റെ ഇക്വേഷനാണ് ഹാഫ് ഡി സ്ക്വയർ. അതിൽ ഡി 1 ആയതുകൊണ്ട് ഡി സ്ക്വയറും 1 ആണ്. സോ ഏരിയ നമുക്ക് 1/2 എന്ന് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ഒരു സ്ക്വയറിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണക്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ വലിയ സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണോ അതിൻ്റെ പകുതിയാണ് ആ ഉള്ളിലുള്ള സ്ക്വയറിൻ്റെ ഏരിയ. വലുതിൻ്റെ പകുതിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ചിത്രം നോക്കിക്കുക നിങ്ങൾ. ഇവിടുത്തെ ഈ ചിത്രത്തിൽ നമുക്ക് ഒരു സ്ക്വയർ, അതിൻ്റെ മധ്യബിന്ദുക്കൾ സെൻറ്റർ പോയിൻ്റ് ഉപയോഗിച്ച് വേറൊരു സ്ക്വയർ, അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഉപയോഗിച്ച് വേറൊരു സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിലെ വലിയ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? 1 ആയിരിക്കും. അതിൻ്റെ ഉള്ളിലുള്ള രണ്ടാമത്തെ സ്ക്വയറിൻ്റെ ഏരിയ അതിൻ്റെ പകുതി 1/2. അതിൻ്റെ ഉള്ളിലുള്ള ഓറഞ്ച് ഷെയ്ഡിലുള്ള ഏരിയ എന്ന് പറയുന്നത് 1/2ൻ്റെ പകുതി എന്തായിരിക്കും? 1/4 ആയിരിക്കും. സോ ഒരു സ്ക്വയറിൻ്റെ സൈഡിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്ന മറ്റൊരു സ്ക്വയറിൻ്റെ ഏരിയ വലുതിൻ്റെ പകുതിയായിരിക്കും ഏരിയ. അങ്ങനെ നമ്മൾ ഈ ലാസ്റ്റ് ചിത്രം നോക്കിക്കേ, ഇതിൻ്റെ ഏരിയ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: 1, ഉള്ളിലുള്ളത് പകുതി 1/2, അതിനുള്ളിലുള്ളത് 1/4, അതിനുള്ളിലുള്ളത് 1/8. ഒരു ഫ്രാക്ഷൻ്റെ പകുതി എടുക്കാൻ ഡിനോമിനേറ്റർ ഇരട്ടിയാക്കിയാൽ മതി. അതാണ് ഈ 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 8 എന്നിങ്ങനെ എഴുതി പോകുന്നത്. അപ്പോൾ 1/8ൻ്റെ പകുതി, അതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്വയർ വന്നാൽ അതെന്തായിരിക്കും? 1/16 ആയിരിക്കും. അടുത്തത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഫിസിക്സ് ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നമുക്ക് സീക്വൻസ് ജനറേറ്റ് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ടൈം ടി ആണ്, സ്പീഡ് v = 9.8 × t ആണ്, t ടൈമാണ്. ഡിസ്റ്റൻസ് s = 4.9 t² ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്. ഇതുപയോഗിച്ച് നമുക്ക് വേഗത്തിൻ്റെ ഒരു സീക്വൻസും ദൂരത്തിൻ്റെ ഒരു സീക്വൻസ് എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് വേഗത്തിൻ്റെ ടൈം 1 സെക്കൻഡ് ആകുമ്പോൾ 9.8 × 1, അതായത് എന്ത് തന്നെ കിട്ടുന്നു? 9.8. ഇനി ടൈം ടി ആണെങ്കിൽ 9.8 × 2 എന്ന് നമുക്ക് കിട്ടുന്നു 19.6 ആണ്. ടൈം 3 ആണെങ്കിലോ നിങ്ങളിത് ഗുണിച്ച് നോക്കണം. നമ്മളിപ്പോൾ സീക്വൻസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ആൻസർ അങ്ങ് എഴുതി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 9.8 × 3 ചെയ്താൽ മതി അല്ലേ? 9.8 × 3 എന്ന് പറയുന്നത് 29.4 ആണ്. എത്രയാണ്? 29.4. ടൈം 4 സെക്കൻഡ് ആകുമ്പോൾ 9.8 × 4 എന്ന് നമുക്ക് കിട്ടുന്നു. അവിടെ നമുക്ക് കിട്ടുന്നത് 39.2 ആണ്. സോ നമുക്ക് അവിടെ കിട്ടിയ സീക്വൻസ് ഒന്ന് എഴുതി നോക്കാം. 9.8, 19.6, 29.4, 39.2. ഇതാണ് വേഗത്തിൻ്റെ സീക്വൻസ്. ഇതേപോലെ സമയമെടുത്ത് നിങ്ങൾ ദൂരത്തിൻ്റെ സീക്വൻസ് എഴുതി നോക്കുക. ദൂരത്തിൻ്റെ സീക്വൻസ് ടൈം 1 ആണെങ്കിൽ 4.9 × t². t² 1 തന്നെയാണ് അല്ലേ? 1 സ്ക്വയർ. സോ നമുക്ക് എന്ത് തന്നെ കിട്ടും? 4.9. അടുത്തത് ടൈം 2 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 19.6. ടൈം 3 ആണെങ്കിൽ ഗുണിച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുക
44.1 എന്നും ടൈം 4 ആണെങ്കിൽ നമുക്ക് കിട്ടുക 78.4 എന്നും. സോ നമുക്കിവിടെ സീക്വൻസ് എന്താണെന്ന് പഠിക്കുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കാണിക്കാത്തതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേഗത്തിൻ്റെയും ദൂരത്തിൻ്റെയും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സീക്വൻസുകളും ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഒന്ന് ചെയ്ത് ഫിസിക്സിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം നമുക്ക്. ലെറ്റ്സ് ഹാവ് അനദർ എക്സാമ്പിൾ ഫ്രം ഫിസിക്സ്. ദ ഡെൻസിറ്റി ഓഫ് അയൺ ഈസ് 7.8 gram per cubic centimeter ആണ്. ദിസ് മീൻസ് ആൻ അയൺ ക്യൂബ് ഓഫ് വോളിയം 1 cubic centimeter വുഡ് ഹാവ് വെയ്റ്റ് 7.8 grams. അങ്ങനെയാണെങ്കിൽ 1 centimeter, 2 centimeter, 3 centimeter സൈസുള്ള സമചതുര കട്ടയുടെ വോളിയം ആൻഡ് വെയ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് സമചതുര കട്ട എന്ന് പറയുന്നത്? എല്ലാ സൈഡും ഈക്വലായി വരുന്ന ഒരു 3 dimensional ഫിഗറാണ്. അതാണ് ഒരു സമചതുര കട്ട. സോ സൈഡ് എ ആണെങ്കിൽ വോളിയം കാണുന്നത് എ ക്യൂബും വെയ്റ്റ് കാണുന്നത് 7.8 ഇൻറ്റു വോളിയം ആണ്. അപ്പോൾ നമുക്ക് ആദ്യം വോളിയത്തിൻ്റെ സീക്വൻസ് എഴുതി നോക്കാം. സൈഡ് 1 ആണെങ്കിൽ വോളിയം 1 ക്യൂബ് 1 എന്നും, സൈഡ് 2 centimeter ആകുമ്പോൾ 2 ക്യൂബ് 8 എന്നും, സൈഡ് 3 centimeter ആകുമ്പോൾ 3 ക്യൂബ് 27 എന്നും കിട്ടുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ സീക്വൻസ് ഇത്രയേ ഉള്ളൂ: 1, 8, 27 എക്സെട്ര. ഇനി അതിൻ്റെ വെയ്റ്റ്, ഭാരം എന്ന് പറയുന്നത് സൈഡ് 1 ആണെങ്കിൽ 7.8 ഇൻറ്റു 1 7.8 എന്നും, ഇനി വോളിയം സൈഡ് 2 ആണ്, വോളിയം അപ്പോൾ 8 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 7.8 ഇൻറ്റു 8 എന്ന് കിട്ടും. അത് ഗുണിക്കുമ്പോൾ 62.4 എന്നും. അടുത്തത് സൈഡ് 3 ആണ്, വോളിയം 27 ആണ്. 7.8 ഇൻറ്റു 27 എന്ന് പറയുമ്പോൾ നമുക്ക് 210.6 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സീരീസ് എങ്ങനെയാണെന്നൊന്ന് എഴുതി നോക്കാം. 7.8, 62.4, 210.6. ഇത്രയും കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ് സീക്വൻസുകളെ കുറിച്ച്. അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് പഠിച്ചത് ഒന്നും കൂടി ഞാൻ ചുരുക്കി പറയാം. നമ്മൾ സംഖ്യാശ്രേണികൾ, നമ്പർ സീക്വൻസസ് ആണ് പഠിച്ചത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ രീതിയിൽ എഴുതാൻ കഴിയുന്ന ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്, ഒരു കൂട്ടം സംഖ്യകളെയാണ് നമ്മൾ സംഖ്യാശ്രേണികൾ എന്ന് പറയുന്നത്. സോ അതുപയോഗിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള സ്ക്വയറുകൾ ഉപയോഗിച്ചും ഫിസിക്സിലെ ചില ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ സീക്വൻസുകൾ, സംഖ്യാശ്രേണികൾ ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ഹോം വർക്കുകളാണ്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുന്നു. അതിനുശേഷം നമ്മൾ ഈ ശ്രേണികളുടെയൊക്കെ അൾജിബ്രിക് ഫോം, ബീജഗണിത രൂപം എന്ന് പറയും, അതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.